ഞങ്ങളും മനുഷ്യരല്ലേ? ഇത് ആറള ഫാമിലെ കുടുംബങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. ആറള ഫാമിൽ കാട്ടാനക്കലികൾ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. ആറള ഫാം 10-ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷ് വെള്ളിയാഴ്ച പുലർച്ചെ 4:30 വീട്ടുമുറ്റത്ത് വെച്ചാണ് കാട്ടാന ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ആറള ഫാമിൽ നിരവധി പേരാണ് വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഓരോ തവണയും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവുമ്പോഴും ഇനി ഇത് ആവർത്തിക്കരുത് എന്ന ഉറ്റവരുടെ പ്രാർത്ഥന വിഫലമാവുകയാണ്. 2014 ആയിരുന്നു ആദ്യ മരണം. പുനരധിവാസ മേഖലയിലെ ചോമാനിയിൽ മാധവിയായിരുന്നു അന്ന് കാട്ടാന ആക്രമണത്തിന് ഇരയായത്. തുടർന്ന് 2016 ബ്ലോക്ക് 7-ലെ ബാലൻ, 2018 അമ്മിണി, പൈനാപ്പിൾ കൃഷിയിൽ ഏർപ്പെട്ട റെജി, ഒക്ടോബർ 30 കരിയാത്തൻ, ഡിസംബർ 8 ബ്ലോക്ക് 10-ലെ ചപ്പിലി കൃഷ്ണൻ, 2019 ഏപ്രിൽ 26 ബന്ധപ്പാലൻ നാരായണൻ തുടങ്ങി കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നിരവധിയാണ്. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന കർഷകരുടെ മുറവിളി ഇനിയും സർക്കാരിന്റെ കാതുകളിൽ പതിച്ചില്ല. ആറള ഫാമിൽ കൊന്നും കൊലവിളിച്ചും കാട്ടാനകൾ താണ്ഡവം തുടരുകയാണ്. വർഷം കഴിയുന്തോറും ഇവയുടെ ആധിക്യവും ആക്രമണവും കൂടി വരുന്നു. ആറളം, മുഴക്കുന്ന്, പേരാവൂർ, ഇരിട്ടി തുടങ്ങിയ ജനവാസ മേഖലകളിലെല്ലാം കാട്ടാനകൾ എത്തുന്നതും നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ആദിവാസികളെ ആറള ഫാമിൽ പുനരധിവസിപ്പിച്ചതല്ലാതെ അവർക്ക് വന്യജീവികളിൽ നിന്ന് സുരക്ഷയൊരുക്കാൻ ഭരണകൂടത്തിന് സാധിച്ചില്ല. ഇതിന്റെ ഫലമായി കാട്ടാനക്കൊമ്പുകളിൽ മനുഷ്യജീവനുകൾ പൊലിയുകയാണ്. ഓരോ തവണയും പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ നിസ്സംഗതയോടെ നിൽക്കുന്ന അധികാരികൾക്ക് ഇനി എന്തു മറുപടിയാണ് ഈ കുടുംബങ്ങളോട് പറയാനുള്ളത്?